വേറെ എന്ത് വേണം ശില്പ പറഞ്ഞോ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ വേണേ അങ്ങോട്ട് തരാം പൈസ, എന്നാലും കുഴപ്പമില്ല. പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചാലും തരാം. ഡാൻസ് നിർത്തുന്ന പ്രശ്നമില്ല. ഈശ്വരൻ വന്ന് പറഞ്ഞാൽ പോലെ നീ നിർത്തുന്ന ഇല്ല ഇല്ല, ഞാൻ കാല് പിടിച്ചാലും ഞാൻ കളിക്കുന്നു പറയും. അത്രയും ഈ തടി വെച്ച് കളിക്കുന്നത് കംഫർട്ടബിൾ അല്ല. എനിക്ക് വണ്ണം കുറയുമ്പോൾ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ കളിക്കാനായിട്ട്. ഈ തടി വെച്ച് ഞാൻ എങ്ങനെ കളിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ ഹാപ്പിയാണ് ഒരുപാട്. പക്ഷെ അങ്ങനെ കളിക്കുമ്പോൾ ഞാൻ ഹാപ്പി അല്ല. ഇൻബോളി പറഞ്ഞ പോലെ എക്സ്ട്രാ ഒരു ബിരിയാണി കഴിച്ച് അപ്പം നോക്കി അതെന്താ, അത് എൻ്റെ ഇഷ്ടമാണ്, ഞാനത് കഴിക്കണോ വേണ്ടെന്നുള്ളത്. അപ്പം അതാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് തന്നെ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്റ്റേജിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങി വെള്ളത്ത് നോക്കിയത് കണ്ണൻ്റെ മുഖത്തേക്ക്. അപ്പൊ ഞാൻ എന്തേ ചോദിച്ചു. അപ്പൊ മിണ്ടില്ലാലേ എന്നിട്ട് ഞാൻ പോയി. അത് അവനോടാ പറഞ്ഞെന്നുള്ളത് എനിക്ക് മാത്രമേ. പക്ഷേ ഒരു ഭയങ്കര ബോറ് ഫീൽ ചെയ്യണു തടിയുള്ള കാരണം. തിരിയുമ്പോ ഇരിക്കുമ്പോ എണീക്കുമ്പോ ഞാൻ പറഞ്ഞു, സാറേ എന്റെ ബോഡി ഇങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മുറിച്ച് കളയാൻ പറ്റില്ലല്ലോ ശരീരത്തിന്ന്. അപ്പൊ സാറ് പറഞ്ഞു, നീ ഒന്നില്ലെങ്കിൽ വീഡിയോസ് ചെയ്യൽ നിർത്തുക, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കുക. അപ്പൊ അത് പറഞ്ഞ് ശരിയാണെന്ന് ശില്പിക്ക് തോന്നുന്നുണ്ടോ. പിന്നെ പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയത്. അതായത് അല്ലെങ്കിൽ നിങ്ങളെ മതി ആൾക്കാർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാട്ടി കൂട്ടുന്നവരെ മതി, ഇങ്ങനെ നല്ല കോളേജിൽ പോയി പഠിച്ച ഞങ്ങളാർക്കും വേണ്ട. പുരുഷ കേസരികൾ നൃത്തം ചെയ്താൽ അത്രത്തോളം ദഹിക്കാത്ത, അതും തൊലിയിൽ വെളുത്ത നിറമില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന സത്യസന്ധരായ ഒരുപാട് മലയാളികളുള്ള നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്ന ഒരു നൃത്ത കലാകാരനാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് സുധി നൃത്തപ്രിയനാണ്. നമസ്കാരം ചേട്ടാ. നമസ്തേ. ആദ്യം തന്നെ ഈ പേരിന്റെ പ്രത്യേകത എന്താണ് ചേട്ടാ? ഈ സുധി നൃത്തപ്രിയൻ ഒരു വെറൈറ്റി പേരല്ലേ? ഈ ഡാൻസിനോടുള്ള സ്നേഹം കൊണ്ടാണോ? എന്താ തോന്നണേ ശില്പയ്ക്ക്? എന്താ തോന്നണേ? സുധി എന്ന് പറയുന്ന പേരായിരിക്കാം. നൃത്തപ്രിയ എന്ന് പറയുന്നത് ഡാൻസിനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ? അതിന് ചെറിയൊരു ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മള് മലയാളത്തിലൊക്കെ പറയുന്ന പോലെ പിരിച്ചെഴുതാന്ന് പറയുന്ന പോലെ സുധി നൃത്തപ്രിയൻ അല്ല. നൃത്തം എന്ന് പറയുന്നത് എന്റെ ബ്ലഡാ. നമ്മളെ ഇൻബോണായിട്ട് നമുക്ക് തന്ന് ഈശ്വരൻ കനിഞ്ഞ് തന്നിട്ടുള്ള ചെറിയൊരു കഴിവ്. പ്ലസ് പ്രിയ എന്ന് പറയുന്നത് എന്റെ വൈഫാണ്. ഓ, ഭാര്യയോടുള്ള സ്നേഹമാണ്. നൃത്തപ്രിയൻ എന്ന് പറയുന്നത് വൈഫാണ്. അതാണ് ആ പേരിന്റെ അർത്ഥം. അപ്പൊ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടി ഒരു പേര് ഇങ്ങനെ ആലോചിച്ചപ്പോ കിട്ടിയൊരു പേരാണ് സുധി നൃത്തപ്രിയൻ. സന്തോഷമായോ? ഓ പിന്നെ ഹാപ്പി അല്ലേ. ഇപ്പൊ വിഷമം മോൾക്കാണ്. അവളുടെ അൻവിത എന്നാണ് പേര്. അത് എവിടെയും ഇല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. എവിടെയെങ്കിലും അതെ അതെ അല്ലെ. അവൾ എന്റെ കൂടെ ഉണ്ട്, നൃത്തത്തിലൂടെ തന്നെ എന്റെ കൂടെ കൊണ്ടുകൊണ്ട് ഞാൻ കുഴപ്പമില്ല. ചേട്ടാ, നമുക്കറിയാം ഇപ്പൊ ചേട്ടന്റെ വീഡിയോസ്, ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടൻ ഈ താടി മുടിയൊക്കെ വെച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. പൊതുവേ നമ്മൾ ഈ നൃത്തം ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്ന സ്പെഷ്യലി നമ്മൾ ആണുങ്ങളെ കാണുമ്പോൾ ഒരു താടി മുടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും കൂടുതൽ ആൾക്കാരും അല്ലെ. പക്ഷെ ചേട്ടൻ ഇതൊക്കെ വെച്ച് ചേട്ടന്റേതായ അധികം മേക്കപ്പുകളൊന്നും ഇല്ലാതെയാണ് നൃത്തം ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. എന്താണ് അങ്ങനെ ഒരു വഴി ചൂസ് ചെയ്യാനുള്ള കാരണം? അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മള് പഠിക്കുന്ന ഡാൻസ് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ സാറുമാരുടെ അടുത്ത് ഒക്കെ പഠിക്കുന്ന സമയത്ത് അപ്പോൾ ക്ലീൻ ഷേവ് ഒക്കെ ആയിരിക്കണം, പക്ക അങ്ങനെ ആയിരിക്കണം. അത് അന്നത്തെ കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, മേക്കപ്പ് ചെയ്യുമ്പോഴും ഒക്കെ അത് ഭംഗി അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ മാറിയപ്പോൾ നമ്മളേതായ ശൈലി കൊണ്ടുവരുന്നുണ്ട്. നമ്മളൊരു ആർട്ട് ഫോം കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തം നമ്മൾ കൊണ്ടുവരട്ടെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ടിക്ടോക്ക് നമ്മൾ തുടങ്ങിയത്. അപ്പം അങ്ങനെ നമ്മൾ അതിൽ മേക്കപ്പ് ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ നോർമലായിട്ട് ചെയ്യുമ്പോഴത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആളുകൾ അല്ലേ. ഡാൻസ് ചെയ്യുമ്പോൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര വീഡിയോസ് ചെയ്താലും മേക്കപ്പ് ഇല്ലെങ്കിലും ആക്സെപ്റ്റ് ചെയ്യേണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ താടിയും മുടിയൊന്നും വെട്ടാതെ വടിക്കാതെ, അതായത് നോർമലായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണില്ല എന്നല്ല, നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും. വല്ലാതെ ഇപ്പൊ ഞാൻ അങ്ങനെയാണ്. എല്ലാതും കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യാതെ പറ്റില്ലല്ലോ. പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണേ. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ തന്നെയായിട്ടാണ് തോന്നിയേക്കണേ. അതെ നമ്മളതിന്റെ മേക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഡാൻസിന്റെ നമ്മുടെ ഫീച്ചേഴ്സ് ഒക്കെ മാറും, കണ്ണ് പുരികൊക്കെ മാറും. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷനൊക്കെ കുറച്ചുകൂടി കാണുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പൊതുവെ എല്ലാവരും പറയുന്നത് നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ കണ്ണൊക്കെ നമ്മൾ കൃത്യമായി വട്ടത്തിൽ എഴുതുന്നത് നമ്മുടെ എക്സ്പ്രഷൻസ് ഹൈലൈറ്റ് ചെയ്യാനാണെന്ന് പറയുന്നത്. പക്ഷെ ചേട്ടൻ അതൊന്നും ചെയ്ത, പക്ഷെ ചേട്ടൻ എക്സ്പ്രഷൻസ് ഒന്നും മാഞ്ഞു പോകുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. ഇല്ല, അത് അങ്ങനെ തോന്നുന്നില്ല എന്നുള്ള പറയണത്. ശില്പ അത് തന്നെയല്ലേ എന്റെ വിജയം. അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു ധൈര്യം എങ്ങനെയാണ് വന്നത്? ഓക്കെ, ഇങ്ങനെ കളിച്ചാലും ആദ്യം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാലും ഒന്നും ചിന്തിക്കുമല്ലോ, ഇത് ചെയ്യണോ വേണ്ടേന്ന് ചിന്തിക്കുമല്ലോ. അപ്പൊ പിന്നെ നമ്മള് ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തായാലും ചീത്തക്ക് വേണ്ടി ചെയ്യില്ല. അത് നല്ലതാവണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ എല്ലാവരും, ആരാണെങ്കിലും അതെ. അപ്പോൾ
ഞാനത് ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇത് ആക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക, ഞാൻ എൻ്റെ സന്തോഷത്തിന് കളിക്കണു, അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. പിന്നെ നമ്മൾ സ്നേഹിക്കുന്നവരുണ്ട് എന്ന് ഇങ്ങനെ കമൻസിലൂടെ മനസ്സിലാവുന്നുണ്ട്, പ്ലസ് അല്ലാത്തവരും ഉണ്ട്. നമ്മളതിൽ നല്ലത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ സുധിച്ചേട്ടനെ സുധിച്ചേട്ടന്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ സാധിച്ചു തരാന്ന് പറയാണ്, അതല്ലെങ്കിൽ എത്ര പൈസ വേണോ അത്ര പൈസ ഞാൻ തരാന്ന് പറയാണ്. പക്ഷെ സുധിച്ചേട്ടൻ ഡാൻസ് ചെയ്യുന്നത് നിർത്തണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുധിച്ചേട്ടൻ എന്ത് പറയും? വേറെ എന്ത് വേണം ശില്പ പറഞ്ഞോ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ വേണേൽ അങ്ങോട്ട് തരാം പൈസ, എന്നാലും കുഴപ്പമില്ല. പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, എവിടെയെങ്കിലും കടം വാങ്ങിച്ചാലും തരാം. ഡാൻസ് നിർത്തുന്ന പ്രശ്നമില്ല. ഡാൻസ് എന്ന് പറയണത് അത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല ശില്പ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നൃത്തം എന്ന് പറയണത് അത്രയും കുഞ്ഞിലേ തൊട്ട് എന്താ പറയുക, അതിപ്പോഴും ഇവിടെ ഉണ്ട്. അതെങ്ങനെയൊക്കെയോ ഇവിടെ ഉണ്ട്. അത് എന്തിപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക കോളേജ് കാലഘട്ടം കഴിഞ്ഞ് ജോലിയിലേക്ക് കിടക്കുമല്ലോ. ഞാൻ ജോലിക്ക് പോയിട്ട് ഞാൻ ആയുർവേദിക് നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ട് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ പോയി ഇരിക്കുന്ന സമയത്ത് ആൾക്ക് ഇങ്ങനെ മരുന്നൊക്കെ തന്നുകൊണ്ട് ആളുടെ ലാപ്ടോപ്പിൽ ഒരു ക്ലാസിക്കൽ ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരിക്കണേ. ഞാൻ ആളെടുത്തത് കൊടുക്കണമെങ്കിലും എൻ്റെ കണ്ണ് അതിലേക്കായിരുന്നു. അപ്പോൾ ആളെന്നെ കൈമ പിടിച്ച് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പോകും എന്ന് പറഞ്ഞപ്പോഴാണ് അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് ഞാനത് അപ്പോൾ ഇഷ്ടമാണോ എന്ന് വെച്ചതൊക്കെ. അപ്പോൾ കൂടെ വേറെ പയ്യുണ്ട്, ആള് പറഞ്ഞു സുധി ക്ലാസിക്കൽ ഡാൻസറാണ് എന്ന് പറഞ്ഞപ്പോൾ അത് വന്നിട്ട് എന്താ താനെന്താ ഇവിടെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ആളിങ്ങനെ കുറേ മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് ഉള്ളിൽ. അപ്പോൾ ആഗ്രഹമുണ്ട്. പിന്നെ വീട്ടിലെ സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പതുക്കെ ജോലിക്ക് കിടന്നത്. പക്ഷേ എവിടെയും നിൽക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ലാസ്റ്റ് അതെങ്ങനെ ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കാം, എവിടെയൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ഉണ്ട് ഡാൻസ്. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഡാൻസ് നിർത്തണ സംഭവമല്ലേ. ഈശ്വരൻ വന്ന് പറഞ്ഞാൽ പോലെ നീ നിർത്തുന്ന ഇല്ല ഞാൻ കാല് പിടിച്ചാലും ഞാൻ കളിക്കുന്നു പറയും. അത്രയും ചേട്ടൻ പറയുന്നുണ്ട് ദൈവം പറഞ്ഞാൽ പോലും ഇത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്താണ് ചേട്ടന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുന്നവർ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം, ഞാൻ ഒറ്റ കാര്യം ചിന്തിക്കണുള്ളൂ. ഈശ്വരൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈശ്വരൻ എന്നൊരു അനുഗ്രഹമായിട്ട് കാണാൻ ഞാൻ ഡാൻസ് അത് സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ടാണ് ഇവർ ഈ കമൻറ്റുകളും ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇടുന്നത്. അതേ നൃത്തം ചെയ്തിട്ട് തന്നെ കിട്ടുന്ന ദക്ഷിണ കൊണ്ടാണ് എൻ്റെ ഫാമിലീനെ പട്ടിണി കൂടാണ് നോക്കണേ. ഇത്രയും നല്ലൊരു സന്തോഷം ഇപ്പുറത്തെ സൈഡിലുള്ളപ്പോൾ ഞാൻ എന്തിനു ഇവരെ മൈൻഡ് ചെയ്യണേ? ബോധർ ചെയ്യേണ്ട കാര്യമില്ല അത്. ഇപ്പോൾ എന്താ പറയുക, അവർക്ക് ഒരു പണിയില്ല. ഇപ്പോൾ ഈ കമൻറ്റുകൾ ഇടുന്ന 10 പേരിൽ 8 പേര് നല്ല കമൻറ്റ്, 2 കമൻറ്റാണ് ഇങ്ങനെ പറഞ്ഞത്. ഈ 2 പേർക്ക് മുഖം ഉണ്ടാവില്ല ആ പ്രൊഫൈലിന്. ജെൻഡർ പോലും അറിയില്ല. നോർമലായിട്ട് പറഞ്ഞ ജെൻഡർ പോലും അവർക്ക് അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു സുഖം കിട്ടുന്നുണ്ടാവും. മറ്റുള്ളവർ ഇപ്പം നമ്മൾ പറയില്ല, ഇപ്പോൾ ഞാനൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, മറ്റുള്ള ഒരാൾക്ക് വിഷമം ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് അല്ലെങ്കിൽ സംസാരമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് പോകുന്നതെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കരുത്, അത് പറയരുത്, അല്ലേ? അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ അവരങ്ങനെ അവർ ചിന്തിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും തരത്തിൽ ചിലപ്പോൾ ബാങ്ക് ബാലൻസ് തന്നെ അറിയുന്നുണ്ടാവും, വീട്ടിലെ അരിക്കലം തന്നെ അറിയുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം കിട്ടുന്നുണ്ടാവും. അതോ അവർ പറയട്ടെ, അവരിരുന്ന് പറഞ്ഞോട്ടെ, നമുക്കെന്താ. ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ ഒരു കമന്റ് എന്തായിരിക്കും? സങ്കടപ്പെടുത്തിയെന്ന് പറയണമെങ്കിൽ അത്യാവശ്യം കുറേ സങ്കടം ഒരൊറ്റ ഫസ്റ്റ് വായനയിൽ തന്നെ നമുക്കത് ഒരു സാധനം ഉള്ളിലേക്ക് കയറില്ലേ. അങ്ങനെ കുറേ കമൻസ് ഉണ്ട്, കുറേ ഇഷ്ടം പോലെ. എനിക്ക് ഇപ്പം ഈ എടുത്തൊരു കമൻറ്റ് വന്ന് ഇപ്പം കുറച്ച് നാളായിട്ടുള്ളൂ വന്നിട്ട്, അത് ആ കമൻറ്റ് ഇട്ടേക്കണത് ജെന്യുവിനായിട്ടുള്ള പ്രൊഫൈലിൽ നിന്നാണ്. അതായത് തടീനെ വെച്ചിട്ട് എങ്ങനെയാ നീ ഉറങ്ങണേ, എങ്ങനെ നീ നടക്കണേ, എങ്ങനെ ബസ്സിൽ കയറണേ, എങ്ങനെ വണ്ടിയുമ്പോൾ കയറണേ, ഇങ്ങനത്തെ ഒക്കെ ഒരു. അപ്പം ഞാൻ ആളെ പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ എനിക്ക് സങ്കടം വന്ന കാര്യം, അവിടെ ആളെ വൈഫ് ഫാറ്റാണ്, അമ്മ, 2 മക്കളിൽ ഏറ്റവും കൊച്ചു മോള് നല്ല നല്ല ക്യൂട്ടാണ്. അങ്ങനെ അപ്പോൾ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞത് എനിക്കൊന്നും പറയാനില്ല ഇത് ഒന്നും. കാരണം ഞാൻ എന്തെങ്കിലും പറയണമെന്ന് വെച്ചാൽ പ്രൊഫൈലിൽ കയറിയത് താങ്കളെ ഫാമിലീനെ കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം വന്നു. അപ്പോൾ ആൾ തിരിച്ച് എനിക്ക് പേഴ്സണലായിട്ട് മറ്റേ സോറി എന്ന് പറഞ്ഞിട്ട് ഈ കമൻറ്റ് ഇവിടെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എന്തിനാ അത് ചെയ്യാൻ പോയത്? ആളുടെ ഫാമിലീനെ എൻ്റെ മെമ്പേഴ്സ് എൻ്റെ പോലെയുള്ള ആൾക്കാരുണ്ടായി, എന്തിനീ പോയത്? ഇപ്പൊ നമ്മുടെ സൊസൈറ്റി, ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഒരു +2 കാലഘട്ടം അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ, കോളേജ് ഫസ്റ്റ് ഇയർ ഒക്കെ വരെ ഭയങ്കരമായി മെലിഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്നോട് ഞാൻ വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കണം, എന്തെങ്കിലും കഴിക്കുക, അമ്മ ഒന്നും തരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താ തടി കുറയ്ക്കാതെ, ജിമ്മിക്കൊന്നും പോകുന്നില്ലേ? ഇപ്പൊ മെലിഞ്ഞിരുന്നാലും പ്രശ്നമാണ്, വണ്ണം വെച്ചാലും പ്രശ്നമാണ്. സോ നമ്മൾ എന്ത് ചെയ്താലും സൊസൈറ്റി ജഡ്ജ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു പുറത്തൊന്നും ഇത്ര പ്രശ്നമില്ല. നമ്മൾ ഈ 100% ലിറ്ററസി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഇതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം,
എന്താണ് മറ്റുള്ളവർ അത് പറയണം ഇത് പറയണമെന്ന് ചിന്തിക്കാതിരിക്കുക. അവര് ആരും തന്നിട്ടല്ല നമ്മളെ ലൈഫ് കൊണ്ടുപോണേ, നമ്മുടെ വീട് കൊണ്ടുപോണേ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിക്ക് മുൻപ് തന്നെ എപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ 4 ആള് ദുഷിച്ചു പറഞ്ഞ നാട്ടിൽ നിന്ന് പോകണമെന്ന് പറയണ പോലെ ഈ വണ്ണത്തെക്കുറിച്ച് വല്ലാതെ ഉറപ്പം എന്നാൽ പിന്നെ ഒരു കൈ പരീക്ഷിക്കാന്ന് വെച്ച് ഞാനൊന്ന് ശ്രമിച്ചിട്ടുണ്ട്. ചില വീഡിയോകളിൽ ഞാൻ വണ്ണം കുറഞ്ഞു കണ്ടിട്ടുണ്ട്, അതിനിടയിൽ കമന്റും കണ്ടിട്ടുണ്ട് ഞാൻ വണ്ണം കുറഞ്ഞല്ലോ. അതെ, അപ്പോൾ നമ്മളത് അങ്ങനെ ശ്രമിച്ച് കുറഞ്ഞിട്ട്, പക്ഷേ ഞാനൊരു കാര്യം സത്യം തുറന്ന് പറയട്ടെ, ഈ തടി വെച്ച് കളിക്കുന്നത് കംഫർട്ടബിൾ അല്ല എനിക്ക്. വണ്ണം കുറയുമ്പോൾ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ കളിക്കാനായിട്ട്. ഈ തടി വെച്ച് ഞാൻ എങ്ങനെ കളിക്കാനാണ് ഞാൻ തയ്യാറാണ്, ഞാൻ ഹാപ്പിയാണ് ഒരുപാട്. പക്ഷെ അങ്ങനെ കളിക്കുമ്പോൾ ഞാൻ ഹാപ്പി അല്ല, കാണുന്നവർക്ക് ഹാപ്പിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ തടി കുറച്ചപ്പോൾ ഈ തടി കുറയ്ക്കാൻ പറഞ്ഞവരിൽ എന്നെ പലരും ചോദിച്ചത് വല്ല ബ്ലഡ് ഇൻഫെക്ഷൻ ആയിരിക്കും, പെട്ടെന്ന് ഡോക്ടറെ കണ്ടോ, ഷുഗർ കൂടുന്നു തോന്നുന്നു, എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഇങ്ങനെയൊന്നും വണ്ണം കുറയില്ല ഒരാളെന്ന്. അപ്പം കുറച്ചത് അവിടെ തെറ്റായി. അപ്പം ഇനി ഞാൻ പിന്നെ കൂട്ടണോ? ഞാനപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ചാകേണ്ടി വരും നിങ്ങൾ ഈ കമൻറ്റ് നിർത്താനായിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് അല്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും പറഞ്ഞാൽ എല്ലാവരും ഡോക്ടർമാരായി ശരിയാവോ? രോഗികൾ വേണ്ടേ? എല്ലാവരും കള്ളന്മാരായി ശരിയാവോ? പോലീസുകാർ വേണ്ടേ? അതുപോലെ തന്നെയാണെന്ന്. തടിച്ചോരുണ്ടോ? അപ്പോൾ അതിന് ഓപ്പോസിറ്റ് വേണ്ടേ ഈ ലോകൻസ്? അത് വേണം, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അപ്പൊ അദ്ദേഹം ഒരു ഇരുനിറത്തിലുള്ള ഒരാളാണ്. അപ്പൊ അവൻ എന്നോട് ഒരിക്കൽ പറയണ്ടായി, അവരൊരു കല്യാണം, കുടുംബത്തിൽ തന്നെ ഒരു കല്യാണത്തിന് പോയ സമയത്ത് കറണ്ട് പോയപ്പോ ഇവനെല്ലാവരും കളിയാക്കി, നിന്നെ കാണാനില്ല, നീ ഒന്ന് ചിരിച്ചേ, എന്നാലേ നിന്നെ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ സ്വന്തം വീട്ടുകാരാണ്, എന്നുവെച്ചാ കസിൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മാമൻ, അങ്ങനെയുള്ളവരാണ് ആ പറയുന്നത്. അത് അവന് ഒരുപാട് ഇന്നും ഇപ്പൊ അവനൊരു 10-30 വയസ്സുണ്ടെങ്കിൽ ഇന്നും അവൻ അതിന്റെ ട്രോമയുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു പേടി അവന്റെ ഉള്ളിൽ. അപ്പൊ നമ്മുടെ കുടുംബവും അതിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ അച്ഛൻ അമ്മ പോലും ചില സമയത്ത് നമ്മളൊന്ന് ടാൻ എടുത്തിട്ട് ചെയ്യുന്ന ചിപ്പു മോളെ കറക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും ചെയ്യ് എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ലേ നമ്മുടെ നാട്ടിലുള്ളത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ വലിയൊരു കാര്യം തന്നെ നമ്മുടെ ഫാമിലി. ഇപ്പൊ ചിലപ്പോൾ അവര് ഒരുപാട് സ്നേഹം കൊണ്ട് പറയുന്ന കാര്യമായിരിക്കാം തമാശക്ക്, പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് വേദനിപ്പിക്കുന്നതും വിഷമം ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിൽ അത് പറയാതിരിക്കുകയാണ് സ്വന്തം ഫാമിലിയിൽ നിന്ന് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കസിൻസ് തന്നെ പോലെ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ നമ്മൾ ഒരുമിച്ച് ഹോട്ടലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ ഇരിക്കുന്നവർ വല്ല നമുക്ക് ഇഷ്ടമുള്ള ഫുഡല്ലേ നമ്മൾ കഴിക്കുള്ളൂ. അപ്പം ഞാനൊരു ബിരിയാണി ഇപ്പം എടുത്തൊരു പടത്തിൽ നിവിൻ പോളി പറഞ്ഞ പോലെ എക്സ്ട്രാ ഒരു ബിരിയാണി കഴിച്ചപ്പം നോക്കി, അതെന്താ, അത് എൻ്റെ ഇഷ്ടമാണ്, ഞാനത് കഴിക്കണോ വേണ്ടെന്നുള്ളത്. അപ്പം അതാണ് നമ്മുടെ കൂടെ. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് തന്നെ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വേദനിപ്പിച്ച ഒരു അനുഭവം എന്തായിരിക്കും? അങ്ങനെ വേദനിപ്പിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല, അത് വേറെ കാര്യം. തീർച്ചയായിട്ടും ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല. അവരെ എന്തെങ്കിലും അത് പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ആരും പറയും, വേണ്ട സുധിയോടെ പറയണേ, സൂക്ഷിച്ച് പറഞ്ഞോളൂ എന്ന് പറയാറുണ്ട് അവരോട്. അല്ല എൻ്റെ അടുത്ത് പറയുമ്പോൾ അത് സൂക്ഷിച്ച് തന്നെ പറയണം. പ്രത്യേകിച്ച് ബോഡി ഷെയ്മിങ് അതെനിക്ക് ഒട്ടും താല്പര്യം. ഇപ്പം ഞാനാണെങ്കിലും അതെ, നമ്മൾ എന്തിനാ ഒരാളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലവരുടെ വീഡിയോസ്, ഡാൻസുമായി ബന്ധപ്പെട്ട ചിലവരുടെ വീഡിയോസ് കാണുമ്പോൾ ഒന്നും അറിയാണ്ട് എന്തൊക്കെയോ ഇങ്ങനെ ഗോഷ്ടി കാണിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കമൻറ്റ്സ്. പക്ഷേ ഞാനൊന്നും പറയാറില്ല. ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട് പലരോടും, ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, നമ്പർ തരുമോ എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കളിക്കാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ കക്ഷി എനിക്ക് തിരിച്ചയച്ചിട്ടുണ്ട്, നിങ്ങളാരാ ചോദിച്ചപ്പോൾ ഇത് പറയാനുണ്ട്. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പോയാലും പ്രശ്നമാണ്, അത് വേറെ കാര്യം. അത്രയേ ഉള്ളൂ. ബോഡി ഷെയ്മിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. നമ്മളും ബോധനുണ്ട്. ഈ ചെവി കൂടെ ഞാൻ ഡാൻസിലൂടെ കാണിക്കാം, ഈ ചെവി കൂടെ കേട്ടതാ, ഈ ചെവി കൂടെ ഇങ്ങനെ കളയാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ആക്ഷൻ കാണിച്ചോണ്ടാണ് ഞാൻ നമ്മൾ ശോഭന ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ശോഭന ചേച്ചിയുടെ കോൺസെർട്ടുകളിൽ പൊതുവെ ശോഭന ചേച്ചി വീഡിയോഗ്രാഫി പറ്റത്തില്ല. ഒരു പ്രാവശ്യം ആരോ ഒരു ദിവസം ആ വീഡിയോ എടുത്തപ്പോ ചേച്ചി ഡാൻസിലൂടെ തന്നെ എടുക്കല്ലേ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജനങ്ങളുടെ അടുത്തല്ല. ഒരു തവണ ഗുരുവായൂർ അമ്പലത്തിൽ പ്രോഗ്രാം ചെയ്തിരിക്കുക. അപ്പം ഞാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, പുള്ളി മിലിറ്ററിയിലാണ്, കണ്ണൻ എന്നാണ് പേര്, കൊല്ലത്താണ് വീട്. വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല, അവിടെ അത്രയും ബുദ്ധിമുട്ട്, മിലിറ്ററിക്ക് ആകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ സ്റ്റേജിൽ കൃഷ്ണൻ്റെ ഒരു ചെറിയ ഐറ്റം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക, ഒരു പുഴയിൽ നിന്ന് കുടത്തിനകത്ത് വെള്ളം എടുത്ത് വരുന്നൊരു സീനാണ്. അപ്പം ഞാനിത് ഈ വെള്ളം അടക്കാൻ ഇറങ്ങിയത് ഈ സ്റ്റേജിൻ്റെ പടിയുമ്പോൾ കൂടെ പുറത്തേക്ക് ഇറങ്ങി, സ്റ്റേജും വന്ന് പുറത്തേക്ക് ഇറങ്ങി വെള്ളം എടുത്ത് നോക്കിയത് കണ്ണൻ്റെ മുഖത്തേക്ക്. അപ്പം ഞാനൊന്നും പതറി, കാരണം ഇവൻ വരില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്തേ ചോദിച്ചു. അപ്പോൾ അവന് മനസ്സിലായില്ല, അവൻ ഈ ക്യാമറ പിടിച്ചിരിക്കുക, ഫോൺ പിടിച്ചിരിക്കുക. അപ്പം മിണ്ടില്ലാലേ എന്നിട്ട് ഞാൻ പോയി. അത് അവനോടാ പറഞ്ഞെന്നുള്ളത് എനിക്ക് മാത്രമേ അവന് പോലും മനസ്സിലായി. അതെ, കണ്ടവർ വിചാരിച്ചെങ്കിൽ എന്താ ഡാൻസിലുള്ളതായിരിക്കും, എന്തേലൊക്കെ ആയിരിക്കും.
അങ്ങനെ പിന്നെ കൂടെ കളിക്കുന്നവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ രണ്ടുപേരായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ നമ്മളിതുപോലെ ഇൻട്രാക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോക്ക് നടന്നുകൊണ്ടിരിക്കുക ഡാൻസിലൂടെ. അപ്പോൾ ഈ കൂടെ നിൽക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് മൈൻഡിൽ നിന്ന് പോയിട്ട് തിരിച്ചെന്താ പറയേണ്ടതെന്ന് അറിയാണ്ട് വരുമ്പോൾ പോയി നേരെ പിടിച്ചിട്ട് ഇങ്ങനെ പറയൂ, അതാണ് അത് ചെയ്യേണ്ടത് പറയുമ്പോൾ ആ ശരിയാണ് പറഞ്ഞ ആ കുട്ടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് അങ്ങനെ ശോഭന മാം ഒരു രക്ഷയില്ല, നമ്മളെ നല്ല വൃത്തിയായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ വൈറലായിരുന്നു. ഇപ്പോഴേ നമ്മള് ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ മെയ്വഴക്കം എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി എല്ലാവരും പറയുന്നതാണ്. പക്ഷെ നമ്മൾ ഈ തടിയുള്ളവര് ഡാൻസ് കളിച്ച് നമുക്ക് മെയ്വഴക്കം വരില്ലേ? പിന്നെന്താ വരാതെ, അതിനുള്ളൊരു ഉദാഹരണമല്ലേ ഇവിടെ ഇരിക്കണേ. അല്ല, ഞാൻ എന്നെ തന്നെ പൊക്കി പറയണമെന്ന് വിചാരിക്കരുത്. എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല ഡാൻസ്. അതുപോലെ തന്നെ ദേവി ചന്ദന എന്നൊരു ആക്ട്രസ് ഉണ്ട്, ഡാൻസ് കണ്ടിട്ടില്ലേ? എന്ത് ഭംഗിയായിട്ട് അവർ ഡാൻസ് ചെയ്യുന്നത്. ഞാനൊക്കെ എങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഇവരൊക്കെയാണ്. കാരണം എന്നിട്ട് അവർ കളിക്കുന്നില്ല. അപ്പോൾ വണ്ണം ഒട്ടുമില്ലാത്ത ആളുകൾ പലരും കളിച്ചിട്ട് അയ്യോ വളയാൻ പറ്റണില്ല, ഇരുന്ന് എണീക്കാൻ പറ്റണില്ല. ഇത് ഈ വണ്ണം വെച്ച് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പറ്റാണ്ടല്ല, ശ്രമിക്കാണ്ടാണ്. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ഈ ലോകത്ത് എല്ലാതും നടക്കില്ല എന്ന് നമ്മളാണ് പറയണത്. അത് നടത്താനുള്ള ശ്രമെങ്കിലും നടത്തണം. നടക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. നമ്മൾ ശ്രമിക്കണത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ശ്രമിച്ചും പറ്റിയില്ലെങ്കിൽ മാത്രമാണ്. പക്ഷെ നിത്യാഭ്യാസി ആനയെടുക്കുന്ന പറയണ പോലെ നമ്മൾ കൂടെ സാധിക്കുകയൊന്നുമില്ല. എന്താണ് അത് വെറുതെ പറയുന്നതാണ്. ഇപ്പോൾ ആൾക്കാർ ഒരു എന്താ പറയുക, ഒരു കോമ്പറ്റീഷന് പോയിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്ത് സ്റ്റേജിൽ കയറി വന്ന വശം അവിടെ ഇരുന്ന് ജഡ്ജസ് ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് ഇവെന്ത് ചെയ്യാൻ വന്നേക്കാണെന്നുള്ള രീതിയിലൊരു നോട്ടുണ്ട് നമ്മളെ കാണുമ്പോൾ. നമ്മളെ ജസ്റ്റ് ഒന്ന് കാണുമ്പോഴത്തേക്കും അതാണ് നമ്മൾ കാണുന്ന വശം ജഡ്ജ് ചെയ്യാന്ന് പറയണത്. അതാണ് ഡാൻസ് കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ചായി ഇവരെല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചു. അപ്പൊ കണ്ട വശം നമ്മളൊരു ജഡ്ജ്മെന്റ് അവിടെ നടത്തരുത് അല്ലേ? അതെ, പറ്റില്ല എന്നുള്ളത്. അപ്പൊ പറ്റായിക്കൊന്നുമില്ല. നമ്മൾ വേണമെന്ന് വെച്ചാൽ നടക്കാത്തത് ഒന്നുമില്ല ഈ ലോകത്ത്, ഉറപ്പാണ്. ഇപ്പൊ നമ്മള് ഇനി സോഷ്യൽ മീഡിയയിലേക്ക് വരികയാണെങ്കിൽ ഈ വണ്ണമുള്ളവർ ഡാൻസ് കളിക്കുന്നതിനേക്കാൾ അവർക്ക് ബുദ്ധിമുട്ടാണ് കളറ്, അല്ലെങ്കിൽ വെളുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇരുനിറമൊക്കെ ഉണ്ടായിരിക്കുന്ന അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്നുവെച്ചാൽ തടിയുള്ള ഒരുപാട് പേര് ഡാൻസ് കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ട്, വാവ് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ ആൾക്ക് കുറച്ച് കളറും കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ വേറെ പണിയില്ലേ, വേറെ എന്തെങ്കിലും പണിക്ക് പൊക്കൂടെ? അല്ലെ, അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്നാണ് ചേട്ടൻ തോന്നുന്നത്? അത് എന്നെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ആര് കളിച്ചാലും കുഴപ്പമില്ല. ഒരുപാട് സന്തോഷമുള്ള കാര്യം. ആര് ഡാൻസ് ചെയ്താലും ആഗ്രഹമുള്ളവർ കളിച്ചിട്ടുണ്ടെങ്കിൽ, ആഗ്രഹമുള്ളവർ അത് വേണമെന്ന് വെച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരുപാട് പേര് ഇത് എന്നോട് പറയണ ഒരു കാര്യമാണ്, കളറില്ലാത്ത കാരണം കുറേ ഡ്രസ്സുകൾ ഇടാൻ പറ്റുന്നില്ല, ഡാൻസ് ചെയ്യുമ്പോൾ ആൾക്കാർ കളിയാക്കുന്നു, കുറച്ചധികം ലൈറ്റ് ഇട്ടിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇതൊന്നും ബോധറേണ്ട. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരാരും കൊണ്ടുവന്ന് തന്നിട്ടല്ലേ നമ്മളത് കളിക്കുന്നതും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതും വേണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോ നമുക്ക് ഇഷ്ടമാണെങ്കിൽ അത് നമ്മൾ ആദ്യം കയറി ഫോളോ ചെയ്യും, ഇല്ലേ? ഇല്ലെങ്കിൽ അത് സ്ക്രോൾ ചെയ്ത് കളയും. ഒന്നില്ലെങ്കിൽ അത് സ്ക്രോൾ ചെയ്ത് കളയുക, അത് ഇഷ്ടമല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളയുക. പിന്നെ അത് നമ്മുടെ മുമ്പിൽ വരില്ല, അല്ലേ? അതാണ് ചെയ്യേണ്ടത്. ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാ ഡാൻസിന്റെ അടിയിലും ബാഡ് കമന്റ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇവരെല്ലാ ഡാൻസിലും കാണുന്നുണ്ട്. അപ്പൊ എന്തിനീ വേണ്ടാത്തിന് പോകുന്നത്? ഒന്ന് കണ്ട് ഇഷ്ടമാണെങ്കിൽ അവിടെ നിർത്തണം. നമ്മളങ്ങനെയാണ് വേണ്ടത്. ഇത് എല്ലാവരും കാണും ചെയ്യും. അത് മനഃപൂർവ്വമാണെന്നേ. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞ കുശുമ്പ് എന്ന് പറയില്ലേ, അതാണ് സംഭവം. അവർക്ക് പറ്റാത്തത് അതെ നമ്മൾ ചെയ്യുന്നു, അത്രയല്ല. നമ്മളങ്ങനെ ചിന്തിച്ചാൽ മതി. അവർ വേണമെങ്കിൽ അവർക്ക് ചെയ്തോട്ടെ. ആരെങ്കിലും വന്നിട്ട് ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ലൈക്ക് ഒരു മോട്ടിവേഷൻ ആണ് ചേട്ടൻ ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോ, അല്ലെങ്കിൽ എനിക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയാറുണ്ടോ? ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോ വരെ ഞാൻ കേട്ടൊരു കാര്യം, അത് തൊട്ട് മുമ്പൊരു ഇന്റർവ്യൂവിൽ ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്നോട് ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് പറയും, തടിയുള്ള കാരണം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ചേട്ടൻ കളിക്കണ കാണുമ്പോൾ. ഒരു അറിയപ്പെടുന്ന ഒരു സാറ് കേരളത്തിൽ, ഞാൻ ആളെ പേര് പറയുന്നില്ല കേട്ടോ, ആ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, സുധി നിന്നെ സമ്മതിക്കണം, നീ നെഗറ്റീവ് കമന്റ് ഒന്നും മൈൻഡ് പോലും ചെയ്യണില്ല, നീ എന്നിട്ടും വീണ്ടും കളിക്കുന്നുണ്ട്.
എനിക്കും ആഗ്രഹമുണ്ട് കളിക്കണമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു സാർ കളിക്കുമോ, എന്തിനു വേണ്ടാച്ചിരിക്കില്ല, നമുക്കൊരു ഒറ്റ ലൈഫല്ലുള്ള എൻജോയ് ചെയ്ത് പോവാം. എന്നാൽ ഇപ്പോഴും ഞങ്ങളെ ഇടയിൽ പറയും എൻജോയ് കറോ ബ്രോ എന്ന്. അപ്പോൾ എൻജോയ് ചെയ്യാം, നമുക്കൊറ്റ ലൈഫുള്ള. ഇനി കിടക്കണ സമയത്ത് ആലോചിച്ചു അയ്യോ അന്ന് കളിക്കാമായിരുന്നു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ കളിക്കുന്നതിന് ശേഷം കണ്ട് അതേ ഡാൻസിൻ്റെ കോപ്പി ചെയ്ത് കളിച്ച് എനിക്ക് അയച്ചു തന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേര്. ഇപ്പം ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് വന്നൊരു കോള്, മുൻപത്തെ ഇൻ്റർവ്യൂ കണ്ടിട്ട് വിളിച്ചൊരാളാണ്. സത്യമാണ് സാർ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം, അതായത് എന്താണ് മോട്ടിവേഷൻ, അത് ചേട്ടൻ്റെ നിന്ന് ഒരുപാട് കിട്ടി. ഞാൻ വീണ്ടും ഡാൻസ് ചെയ്ത് തുടങ്ങി. ചേട്ടനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളതെന്ന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരാൾ നമ്മളെ കണ്ട് ഓക്കെ ആവാന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. തീർച്ചയായിട്ടും ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സന്തോഷമുള്ളൊരു കാര്യം അത്. ആരെങ്കിലും വിളിച്ചിട്ട് സങ്കടപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഈ കമന്റിൽ ബഹളം വെക്കുന്നതല്ലാതെ നേരിട്ട് ഇല്ല. കമന്റിൽ പറയുന്ന പോലെ ഒരു തവണ ഒരു കോള് വന്നിട്ടുള്ളത് നമ്മുടെ ഇവിടെ RLVയിൽ പഠിപ്പിക്കുന്ന ഒരു സാറ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പേര് പറയുന്നില്ല വെറുതെ എന്തിനാ. അപ്പോൾ ആളെങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സുധി ഡാൻസിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, അടിപൊളിയാണ്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അപ്പോൾ ഈ പിന്നെ എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്രയും പറഞ്ഞ ഈ റിയാലിറ്റി ഷോയിലൊക്കെ എല്ലാം പറഞ്ഞിട്ട് അവസാനം അവിടെ അത് പോയി ഇത് പോയി എന്ന് പറയണ പോലെ ഇത് എന്നോട് പറഞ്ഞത്. പക്ഷേ ഒരു ഭയങ്കര ബോറ് ഫീൽ ചെയ്യണം തടിയുള്ള കാരണം. തിരിയുമ്പോൾ ഇരിക്കുമ്പോൾ എണീക്കുമ്പോൾ ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ബോഡി ഇങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മുറിച്ച് കളയാൻ പറ്റില്ലല്ലോ ശരീരത്തിൽ നിന്ന്. പിന്നെ പല വഴികളുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എന്താ ചെയ്യുക, സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു നീ ഒന്നില്ലെങ്കിൽ വീഡിയോസ് ചെയ്യൽ നിർത്തുക, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കുക. അപ്പോൾ അത് പറഞ്ഞ് ശരിയാണെന്ന് ശില്പിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല, അത് നമ്മുടെ ഇഷ്ടമല്ലേ, നമ്മുടെ ഇഷ്ടമാണ് ചെയ്യണ വേണ്ട. ഞാൻ സാർ എന്തായാലും എന്നെ വിളിച്ചതിന് താങ്ക്സ് ഉണ്ട് ഞാൻ പറഞ്ഞു, ഒത്തിരി സന്തോഷം. സാർ വീഡിയോ കണ്ടിട്ടാണല്ലോ എന്നെ വിളിച്ചത്, അല്ലെങ്കിൽ എന്നെ വിളിക്കില്ലല്ലോ. അപ്പോൾ അതിന് എനിക്ക് സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയത്. അതായത് അല്ലെങ്കിൽ നിങ്ങളെ മതി ആൾക്കാർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാട്ടി കൂട്ടണവരെ മതി, ഇങ്ങനെ നല്ല കോളേജുകളിൽ പോയി പഠിച്ച ഞങ്ങളാർക്കും വേണ്ടാന്ന്. നീ ഈ കോളേജിൽ പോയി പഠിച്ചവർക്ക് ഇത് ചെയ്തുകൂടെ? എത്രയോ പേര് അവിടെയൊക്കെ പഠിക്കുന്നവർ ചെയ്യുന്നവരുണ്ട്, എത്രയോ നല്ല ഡാൻസേഴ്സ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത്? അപ്പൊ ആൾ ഉദ്ദേശിച്ചത് എന്താന്നുള്ള അതിൽ നിന്ന് അണ്ടർസ്റ്റുഡാണ് അല്ലേ, എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു സന്തോഷം, ഞാൻ വീണ്ടും അതിന്റെ പറഞ്ഞു സന്തോഷമുണ്ട് സാർ, എനിക്ക് സാറിനെ വിളിച്ചോലോ, ശ്രമിക്കാം ഞാൻ പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല, എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, താങ്ക് യു പറഞ്ഞു വെക്കുക ചെയ്തത്. അതെ, അതുകൊണ്ടാണ് ഇപ്പൊ ഡാൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരാളല്ലാണെങ്കിൽ അത് അവർക്ക് അറിയാണ്ട എന്നുള്ള ചിന്തിച്ച് നമുക്ക് വിടാറുണ്ട്. ഇത് നമ്മളെ നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യമാണത്. അതൊരു വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, വേറെ ഇഷ്യൂയൊന്നുമില്ല. ഈ കുടുംബത്തിൽ അല്ലെങ്കിൽ അമ്മ അച്ഛൻ ഭാര്യ സപ്പോർട്ടാണെന്ന് ഓൾറെഡി മനസ്സിലായി, മകളും ഡാൻസറാണ്. അമ്മ അച്ഛനൊക്കെ എങ്ങനെയായിരുന്നു? അമ്മ അച്ഛനൊക്കെ സപ്പോർട്ട് തന്നെയാണ്, നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ രണ്ടാമത്തെ ആളാണ് ഞാൻ. എൻ്റെ മൂത്തതൊരു ചേട്ടനാണ്. ഞങ്ങൾ ഒരു ഗ്യാപ്പുണ്ട്, ഒരു 9-10 വയസ്സിന് ഗ്യാപ്പുണ്ട്. അമ്മയുടെ കാലത്തൊക്കെ സ്കൂളിൽ ഡാൻസ് പാട്ട് അതൊക്കെ പഠിച്ചിട്ടില്ല, അവർക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇൻബോൺ ആയിട്ടൊരു കഴിവുണ്ടാവുമല്ലോ, പാട്ട് നന്നായി പാടും, ഇപ്പോഴും പാടും. ഇപ്പം എന്നെ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ റെസിറ്റേഷൻസ് ലൈറ്റ് മ്യൂസിക്കൊക്കെ പഠിപ്പിക്കുക അമ്മയായിരിക്കും. വേറെ കുട്ടികളൊക്കെ വേറെ സ്ഥലത്ത് പഠിച്ച് വന്നിട്ട് പോലും എനിക്ക് പ്രൈസ് കിട്ടാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം. ഇപ്പോൾ ഡാൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അമ്മ തന്നെയാണ് എൻ്റെ ഗുരു. അമ്മയാണ് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു തരും നമുക്ക്. അമ്മയുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്. എങ്ങനെയാണ് ഡാൻസ് പഠിക്കാൻ പോകുന്നതൊക്കെ? ഡാൻസ് പഠിക്കാൻ പോണത് നിർബന്ധപ്രകാരം തന്നെ. ഞാൻ എൻ്റെ ഈ സ്റ്റുഡൻസിനോട് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ദക്ഷിണ വയ്ക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും സ്വന്തം ഇഷ്ടപ്രകാരമാണോ വന്നത്, അത് അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിനാണോ എന്ന്. അപ്പം ചില കുട്ടികൾ തുറന്നു പറയും, കുഞ്ഞുങ്ങളല്ലേ അവർ പറയുമല്ലോ ഇല്ല അച്ഛനമ്മയും പറഞ്ഞിട്ടാന്ന് പറയും, അല്ലെങ്കിൽ ചിലവർ വലിയ ഇഷ്ടമായിട്ടാണ്. അത് ഇഷ്ടമായിട്ട് വരണവർ നിൽക്കും, അച്ഛനമ്മയും പറഞ്ഞവർ എന്നോട് അവിടെ നിൽക്കില്ല. പക്ഷേ ഞാൻ പോയത് അച്ഛനമ്മയും പറഞ്ഞിട്ടാണ്, അമ്മ പറഞ്ഞിട്ടാണ് പോയത്. എന്നെ കരഞ്ഞ് വലിച്ചു കൊണ്ടുപോയി ചേർത്തിയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അമ്മ ഇഷ്ടമല്ലെങ്കിൽ നിർത്തിക്കോന്ന് വരെ പറഞ്ഞു നമ്മുടെ ഇത് കണ്ടിട്ട്. പക്ഷേ ഫസ്റ്റ് കളിച്ച ഡാൻസിന് ഒരു സമ്മാനം കിട്ടിയപ്പോൾ ഒരുപാട് പേരിങ്ങനെ നമ്മളോട് പറയല്ലേ നന്നായിട്ട് ഇനിയും ചെയ്യണം. അപ്പോൾ നമുക്കതൊരു സംഭവമായിട്ട് തോന്നി, ഇത് എന്തോ സംഭവമാണല്ലോ എന്നുള്ളൊരു സംഭവം തോന്നി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞാൻ തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് പോകണം പഠിക്കണം എന്നുള്ളത്.
ഇപ്പൊ നമ്മള് ഈ കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ ഈ ആൺകുട്ടികൾ ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് വിരളമാണ്. എനിക്ക് തോന്നുന്നു ചേട്ടന്റെ കാലത്തൊക്കെ എന്തായാലും വിരളമാണ്. അപ്പൊ നമ്മൾ ഈ ഡാൻസ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഈ ഘടനയ്ക്കൊക്കെ ഒരു മാറ്റം വരില്ല. നമ്മൾ ആ ഒരു മോഡിലേക്ക് നമ്മൾ മാറും. അപ്പൊ പൊതുവേ നമ്മൾക്ക് ട്രാൻസ്ജെൻഡർ രീതിയിലാണ് നമ്മളെ കാണുന്നത്. ഞാനും കാണുന്നതല്ല, പൊതുവെ ആൾക്കാർ പറയുന്നത് അങ്ങനെയാണ് അല്ലെ? അപ്പൊ അങ്ങനെ ആ രീതിയിൽ ആരെങ്കിലും കളിയാക്കിയിട്ടൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെയല്ല, ആ ഒരു രീതിയിലല്ല. ഇപ്പോ നമ്മള് വെറുതെ നിന്നാലും ഡാൻസ് കളിക്കുന്ന ഒരു പയ്യനെന്ന് പറഞ്ഞാൽ ഇത് മതി, ഈ ഒരു ആക്ഷൻ പക്ഷെ ഞാനൊരു ഈ കർമ്മ റിട്ടേൺസിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ അങ്ങനെ ആ ഒരു സമയത്ത് കളിയാക്കിയ പലരുടെ മക്കളും ഡാൻസ് ടീച്ചറാണ് ഞാനിപ്പോൾ. ഞാനത് ഇപ്പം എടുത്തും കൂടി ഒരാളോട് പറഞ്ഞു, എന്തോ അങ്ങനെ ആള് സംസാരിച്ചപ്പോൾ ഞാൻ അന്ന് എന്തോരം നിന്നെ കളിയാക്കിയിരിക്കുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കർമ്മ റിട്ടേൺസ് ഉള്ളതാണ്, അതാലോചിക്ക്. അല്ല, അവര് വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല, വേറെ ഇങ്ങനെ നമ്മളങ്ങനെ ഒരു ഇത് കണ്ടിട്ടല്ല, വെറുതെ ഇപ്പൊ ഒരു കാര്യമില്ലാണ്ട് കളിയാക്കാന്ന് പറയില്ലേ, വെറുതെ നിൽക്കുന്ന ഒരാൾ വെറുതെ കളിയാക്കുക അങ്ങനെ പറയില്ലേ, അങ്ങനെ ഒരു സംഭവമായിരുന്നു അത്. അങ്ങനെ ഒരുപാടില്ലെങ്കിലും ഉണ്ടായിട്ടൊക്കെ ഉണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ സത്യത്തിൽ അവർക്കൊക്കെ ഇപ്പോൾ ഒരു വലിയൊരു താങ്ക്സ് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയാം. കാരണം അവരന്ന് അങ്ങനെ കളിയാക്കിയോണ്ടൊക്കെ എൻ്റെ വാശിയുടെ പുറത്ത് തന്നെയാണ് ഞാൻ പിന്നെ നമ്മൾ കയറി വന്നത്. നേരെ മറിച്ച് ആ കളിയാക്കി അയ്യോ എന്നെ കളിയാക്കുന്നു ഞാൻ അവിടെ ഇരുന്നെങ്കിൽ ഇപ്പം ശില്പയുടെ മുമ്പിൽ ഞാൻ ആയിരിക്കില്ല, അല്ലേ?